ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും ശരി KSUവിന്റെ മെക്കിട്ട് കയറിയാൽ അകാരണമായി ഞങ്ങളെ മർദ്ദിച്ചാൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ജില്ലയിലെ KSU പ്രസ്ഥാനത്തിന്റെ തീരം. അത് KE ബൈജു ആയാലും ശരി, ബിജുരാജ് ആയാലും ശരി, കൈലാസനാഥനായാലും ശരി, KSUക്കാരെ കാണുമ്പോൾ പേപ്പട്ടികളെ പോലെ ഞങ്ങളെ കടിച്ചു കയറാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ദയവുമില്ലാതെ ഞങ്ങളുടെ പ്രതികരണം ഉണ്ടാവും. എല്ലാ പോലീസുകാരെയും പറയുന്നില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും ഒരു സമരമുഖത്ത് ഡ്യൂട്ടി കിട്ടാൽ, സമരം തടയാൻ ഡ്യൂട്ടി കിട്ടാൽ ഒരു ദയവും ദാക്ഷിണ്യവും KSUവിന്റെ ഭാഗത്ത് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും യുവജന സംഘടനാ നേതാക്കളെയും സർക്കാരിനെതിരെ സമരം ചെയ്തു എന്നതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 വർഷത്തിലധികം കാലമായി. ആ സമരങ്ങളിൽ പങ്കെടുത്ത KSU പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനകത്ത് വെച്ചും സമരമുഖത്ത് വെച്ചും അതിദാരുണമായും അകാരണമായും മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെക്കെതിരെ ഇന്നലെ പറഞ്ഞ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. കേരളത്തിലെ പോലീസിനോടാണ്. KSU പ്രവർത്തകരുടെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരേക്കുള്ള വികാരം പ്രകടിപ്പിച്ചു എന്നതിന്റെ പേരിൽ കേസെടുത്താലും ജയിലിൽ അടച്ചാലും ശരി, അതിൽ അഭിമാനമേ ഉള്ളൂ. ആ അഭിമാനകരമായ പ്രവർത്തനവും തുടർന്ന് മുന്നോട്ട് പോകാനാണ് KSUവിന്റെ തീരുമാനം. ഇവിടെ KSUവിന്റെ പ്രവർത്തകർ സമരം ചെയ്യുമ്പോൾ DD ഓഫീസിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവിക നടപടിയാണ്. അത് സമരമുഖത്ത് വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുക, നാഭിക്ക് ചവിട്ടുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക. നിങ്ങളിത് കാണുന്നു. KSUവിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്ന പ്രിയപ്പെട്ട ജോയൽ ആന്റണിയെ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അന്ന് കോഴിക്കോട് DCP ആയിരുന്ന KE ബൈജു കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. പ്രതിപക്ഷ സമരങ്ങളിൽ പങ്കെടുത്താൽ ശ്വാസം മുട്ടിച്ചു കൊല്ലും, ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു മെസ്സേജാണ് കേരളത്തിലെ പോലീസ് നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വകവെച്ചു കൊടുക്കാൻ, അതിനിരുന്നു കൊടുക്കാൻ KSU തയ്യാറല്ല എന്ന് പോലീസിനെ ഓർമ്മിപ്പിക്കുകയാണ്. ജോയൽ ഇന്നും കഴുത്തിന് പരിക്കേറ്റ് ആ വേദനകളുമായി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കേസെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഇന്നലെ നിങ്ങൾ കണ്ടതാണ്. പോലീസിനെതിരെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്നതിന്റെ പേരിൽ, പോലീസിനെതിരെ അഭിപ്രായം പറഞ്ഞു എന്നതിന്റെ പേരിൽ പരാതി പോലും ഇല്ലാതെ സ്വമേധയാ കേസെടുക്കുകയാണ്. ഈ ത്വരയൊന്നും എന്ത് കണ്ടിട്ടില്ല. ജോയലിനെ മർദ്ദിച്ചപ്പോൾ പ്രിയപ്പെട്ട KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് രാഗിനാണ് എന്റെ കൂടെയുള്ളത്. ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കണം. ശ്വാസം കിട്ടാതെ പിടയുകയാണ്. ഇതും കോഴിക്കോട് DCP എന്ന KE ബൈജുവിന്റെ പ്രവൃത്തിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി ഉണ്ടായിട്ടും എന്ത് നടപടിയാണ് പോലീസും ബന്ധപ്പെട്ട അധികാരികൾ എടുക്കാൻ തയ്യാറായത്? മനുഷ്യാവകാശ കമ്മീഷനിലടക്കം പരാതിയുണ്ടല്ലോ. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായല്ലോ. നടപടിയെടുക്കാതെ, ഇവരെ ഡീപ്രമോട്ട് ചെയ്യാതെ കോഴിക്കോട് അന്നത്തെ DCP ആയിരുന്ന KE ബൈജുവിനെ SP ആയിട്ട് പ്രൊമോഷൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിന്റെ നയമെങ്കിൽ ആ നയത്തിന് വകവെച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായല്ല. പോലീസ് നീതിന്യായ സംവിധാനത്തെ പരിപാലിക്കേണ്ട ആളുകളാണ്, അതിനെ ചവിട്ടിമതിക്കേണ്ട ആളുകളല്ല. അങ്ങനെ നീതിന്യായ സംവിധാനത്തെ പരിപാലിക്കാത്ത ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും ശരി KSUവിന്റെ മെക്കിട്ട് കയറിയാൽ അകാരണമായി ഞങ്ങളെ മർദ്ദിച്ചാൽ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ജില്ലയിലെ KSU പ്രസ്ഥാനത്തിന്റെ തീരം. അത് KE ബൈജു ആയാലും ശരി, ബിജുരാജ് ആയാലും ശരി, കൈലാസനാഥനായാലും ശരി, KSUക്കാരെ കാണുമ്പോൾ പേപ്പട്ടികളെ പോലെ ഞങ്ങളെ കടിച്ചു കയറാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ദയവുമില്ലാതെ ഞങ്ങളുടെ പ്രതികരണം ഉണ്ടാവും. എല്ലാ പോലീസുകാരെയും പറയുന്നില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും ഒരു സമരമുഖത്ത് ഡ്യൂട്ടി കിട്ടാൽ, സമരം തടയാൻ ഡ്യൂട്ടി കിട്ടാൽ ഒരു ദയവും ദാക്ഷിണ്യവും KSUവിന്റെ ഭാഗത്ത് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇന്നലെ സൂരജ് പറഞ്ഞത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു. KSUവിനെ തടഞ്ഞാൽ, സമരത്തെ തടഞ്ഞാൽ പോലീസിന്റെ തല അടിച്ചു പൊട്ടിക്കുന്നതാണ്. അങ്ങനെ തന്നെ അതിൽ ഉറച്ചെടുക്കുന്നു. ജില്ലയിലെ KSU പ്രവർത്തകന്മാരെ കഴിഞ്ഞ 9 വർഷക്കാലമായി വലിയ പോലീസിന്റെ മർദ്ദനങ്ങൾക്ക്, പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. വലിയ വികാരം ജില്ലയിൽ പോലീസിനെതിരെയുണ്ട്. അകാരണമായാണ് ഒരു സ്വാഭാവികമായ പോലീസ് നടപടിയെ സമരം ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ, ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയിൽ അതിനെ ബഹുമാനിക്കുന്ന, ആദരവോടെ കാണുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷേ പോലീസിന്റെ നടപടി, നീതിന്യായ സംവിധാനത്തെ പരിപാലിക്കേണ്ട ആളുകൾ അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് വകവെച്ചു കൊടുക്കാൻ തൽക്കാലം ജില്ലയിലെ KSU തയ്യാറല്ല. ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ ജില്ലയിലെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ പാർട്ടി പ്രവർത്തകരുടെയും വികാരമാണ്. ആ വികാരത്തെ ഉറച്ചു നിൽക്കുന്നു. കോഴിക്കോട് 2023 ഡിസംബർ മാസമുണ്ടായ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉൾപ്പെടെയുള്ള KSU പ്രവർത്തകരെ കസബ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്ന് മജിസ്ട്രേറ്റ് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. മജിസ്ട്രേറ്റ് അന്ന് തന്നെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് വാക്കാൽ ഇതിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടതാണ്. പോലീസ് പ്രതിസ്ഥാനത്ത് വന്നുകൊണ്ട് അതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. മജിസ്ട്രേറ്റിനുള്ള മൊഴിപ്പകർപ്പിനുള്ള അപേക്ഷ രാവിലെ വക്കീലിനെ കണ്ടുവന്നതാണ്. മൊഴിപ്പകർപ്പിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾക്കുള്ള വിവരാവകാശം ഇപ്പൊ തന്നെ കൊടുക്കും. ആ രണ്ട് കാര്യങ്ങളും എടുത്തുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ജില്ലയിലെ KSUവിന്റെ തീരുമാനം.